ഹലോ, എല്ലാവർക്കും പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നവരാത്രിയുടെ 4-ാമത്തെ ദിവസമാണല്ലോ. ഇന്ന് നമ്മുടെ പ്രസാദം എന്ന് പറയുന്നത് ഒരു ഇലയടയാണ്. ഇലയട സാധാരണ പല രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ശർക്കരയും ചെറുപഴവും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു ഇലയടയാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം അരിമാവ് എടുത്തിട്ടുണ്ട്. അരിമാവിൽ മാത്രമല്ല, നമുക്കിത് ഗോതമ്പ് മാവിലും ചെയ്യാം, റവ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പം അതിലോട്ടൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിരികിയ തേങ്ങ ഏകദേശം ഒരു ചെറിയൊരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ ഏലക്കയുടെ മണം അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഇനി ഇത്രയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇത് നല്ല കട്ടിക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതോടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് പഴങ്ങളെടുക്കാം, ചെറുപഴങ്ങൾ. ഒരു 7-8 പഴം, ഒരു 10 പഴം വരെയൊക്കെ എടുക്കാം. എടുത്തിട്ട് ആ പഴം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിലാണ് നല്ലത് കേട്ടോ. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. സ്മാഷർ വെച്ചോ കൈ കൊണ്ട് വേണമെങ്കിൽ ഉടച്ചാൽ മതി. പക്ഷേ മിക്സിയിലിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് പഴത്തിനൊരു കാറൽ പോലെ ഒരു ടേസ്റ്റ് വരും. അത് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് നമ്മൾ കട്ടിക്ക് കുഴച്ചെടുത്ത് ഈ മാവിനോടൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം തീർന്നു കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ മാവ് വാഴയിലയിലോട്ട് വെച്ച് നമ്മൾ 4ആയിട്ട് മടക്കി എടുക്കുകയാണ്. കട്ടിയുള്ള വാഴയിലയാണെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ച ഇല ഒന്ന് വാട്ടിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച നല്ല തിളിരിലയായിരുന്നു, അതുകൊണ്ട് ഞാൻ വാട്ടിയതൊന്നുമില്ല. മാവ് അകത്ത് വെച്ചിട്ട് 4ആയിട്ട് മടക്കി എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി കുക്കറിലോട്ട് വെച്ചു, ഏതെങ്കിലും ഒരു സ്റ്റീമറിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്ത് പുഴുങ്ങിയെടുക്കുക. ടേസ്റ്റ് നോക്കാൻ പറ്റില്ല, നമുക്ക് പൂജ കഴിഞ്ഞിട്ടേ ടേസ്റ്റ് നോക്കാൻ പറ്റുള്ളൂ. വൈകിട്ട് കുളിച്ചൊക്കെ വൃത്തിയായതിന് ശേഷം പൂജ കൊടുക്കാനായിട്ട് എടുത്ത് വച്ചു. പൂജ കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല രക്ഷയില്ലാത്തൊരു പൊള്ളി അടയാണിത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.